കഴിഞ്ഞ ദിവസം സൗഫിയ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് കമൻറ്റ് ബോക്സിൽ കുറേയധികം പേര് തനിക്കെതിരെ കമൻ്റായിട്ട് വരുന്നുണ്ട്. ഒരു ഭാഗം മാത്രം കേട്ടിട്ടാണ് അവർ വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സൗഫിയ ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. ഞാൻ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ തന്നെയാണ്, എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യത്തിലും എന്ന് സൗഫിയ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആർക്കും എന്നോട് ഇഷ്ടമൊന്നും തന്നെയില്ല. എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ച് നോക്കാറുണ്ട്. നമുക്ക് ആരാണ് ഉള്ളതെന്നുള്ളൊരു കാര്യം. ആകെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നിട്ട് പോലും ഞാൻ എൻ്റെ കുടുംബത്തെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം വന്നപ്പോൾ എല്ലാത്തിനും കാരണക്കാരി ഞാനാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിലെല്ലാം പറയുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. എൻ്റെ ഭാഗത്ത് വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ അവരെ സ്നേഹിച്ചു, അവരെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നു. എനിക്ക് സമയമില്ലാഞ്ഞിട്ട് പോലും ഞാൻ അവരെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, സമയം എടുത്തിട്ട്. പക്ഷെ അവസാനം എനിക്കൊരു പ്രശ്നം വന്നപ്പോഴത്തേന് എല്ലാവരും ഞാനാണ് കുറ്റക്കാരി എന്നാണ് പറയുന്നത്. പിന്നെ കുറേയധികം പേര് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ അസുഖമൊക്കെ വന്നിട്ടുള്ളത് ഞാൻ ആ ഒരു കുടുംബത്തെ പറ്റിച്ചുകൊണ്ടാണ്, അസൂയ കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും നോർമലായിട്ട് അസുഖവും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. പക്ഷേ എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഇങ്ങനത്തുള്ള കമൻ്റ് ഇടുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര അസൂയയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ കുറേയധികം വാടക വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്തൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ അത് വേണം ഇത് വേണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കടം വാങ്ങിച്ചൊക്കെ എന്തൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങാമായിരുന്നു. അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് അസൂയയാവുന്നത്? അസൂയൊന്നും എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് എപ്പോഴും മനസ്സമാധാനം വേണം എന്നുള്ളൊരു കാര്യമാണ്. പണമോ ഒന്നുമില്ലെങ്കിൽ പോലും മനസ്സമാധാനം വേണം. പക്ഷേ അതൊന്നും എനിക്ക് കുറച്ച് നാളായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യവും സൗഫിയ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു.